ഇതെന്താണ്? ആരാധനാലയമോ അതോ ക്ഷേത്രം മറ്റൊരു തരത്തിൽ പറഞ്ഞ ബ്രാഞ്ച് കമ്മിറ്റി, CPM-ന്റെ പാർട്ടി ഓഫീസോ? ശ്രീ സതീഷ്. അല്ല, ഇവിടെ ഗുരുവായൂർ ദേവസ്വത്തിൽ ബ്രാഞ്ച് കമ്മിറ്റി ഇതൊക്കെ ചുമ്മാ പറയുമ്പോഴത്തേക്ക് ഒരു തള്ളൽ വേണ്ടേ നിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം വേണ്ടി, നിങ്ങൾ ഇത് എവിടെയാണ് സംസാരിക്കുന്നത്? ഗുരുവായൂർ ദേവസ്വത്തെ പറ്റിയാണോ? എനിക്കറിയത്തില്ല, എനിക്കറിവില്ല അങ്ങനെ ഒരു ബ്രാഞ്ച് അവിടെ പ്രവർത്തിക്കുന്നു. കാര്യം പുറത്തെ റിപ്പോർട്ട് അങ്ങനെയാണ്. അല്ല, അവിടെ ദേവസ്വം ബോർഡിൽ നോക്കൂ, എനിക്ക് തന്നെ ഞാൻ പറഞ്ഞിട്ട് അവിടെ നമ്മളെ ബോർഡ് മെമ്പർ തന്നെ ഉണ്ട്. എന്നിട്ട് പോലും അതിൻ്റെ അകത്ത് എനിക്ക് പ്രവേശിക്കണമെങ്കിൽ വളരെ പ്രയാസമാണ്. കാര്യം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിലെ അമ്പലത്തിൽ നമ്മൾ നേരത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞ് ആ സമയം എടുത്താണ് പോണത്. നോക്കൂ, ഇപ്പോൾ എന്ന് വെച്ചാൽ ഹൈക്കോടതി VIP ഇതില്ല, നിങ്ങൾക്കറിയാമോ, ദർശനങ്ങൾ ഈ കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവധി ദിവസങ്ങൾ ബോർഡ് എടുത്തിട്ടുണ്ട്, അങ്ങനെ VIP ദർശനങ്ങൾ നമുക്ക് പാടില്ല. VIP വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ദർശനം കൊടുത്തേ പറ്റുള്ളൂ. അതങ്ങനെയാണ്. ഇപ്പം ദേവസ്വം, നിങ്ങൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ചെന്ന് നോക്കി നോക്കൂ, എന്ത് വിപുലീയമായ കാര്യങ്ങളാണ് അവിടെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എനിക്ക് ഇപ്പം 2019 ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം, 100% പരിശോധിക്കണം. അത് ബഹുമാനപ്പെട്ട ഡോക്ടർ വിജയൻ, ബഹുമാനപ്പെട്ട നേരത്തെ ആരോ സംസാരിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു പ്രാതിനിധ്യം. അപ്പം അവിടെ രണ്ട് ബോർഡ് മെമ്പർമാരും ഇതിൻ്റെ ഒരാവശ്യമില്ല. ഗുരുവായൂർ ദേവസ്വത്തിനെ പറ്റി എന്ന് പറയുന്നത് ബോർഡ് മെമ്പർമാർക്കൊന്നും ഒരു ശമ്പളവും ഇല്ല. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? ആരാണ് നോക്കേണ്ടത്? അല്ല, ഞാൻ പണി എന്താണ് അവിടെ? അല്ല, ഞാൻ പറയുന്നത് നോക്കേണ്ട ആളുകൾ തന്നെ മാറി നിന്ന് പറയാണ് എല്ലാവരും ശിക്ഷിക്കപ്പെടണം, അല്ല ഇതൊക്കെ തെറ്റുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തണം എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. എങ്ങനെ തോന്നുന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശ്യാമി, നമ്മളൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇപ്പം ഇരിക്കുന്ന ദേവസ്വം ബോർഡിൽ ഈ കക്കാൻ വേണ്ട വന്നവൻ അവൻ്റെ ജോലി എന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും കക്കുവാന്നാണ്. പക്ഷേ അത് പിടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊന്നും ഇവിടെ വച്ചിരിക്കല്ലേ. നമ്മൾ ഭക്തജനങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട രാംകുമാർ സാർ പറയുന്നത് തിരുപ്പതിയിൽ ഇങ്ങനെ നടക്കൂലെന്ന്. തിരുപ്പതിയിലുണ്ട് സാർ, അവിടുത്തെ ലഡുവിൻ്റെ കേസ് നമുക്ക് ലോകത്തെമ്പാട് നിർത്തിയില്ല, അവിടെ കൊടുക്കുന്ന ഇവിടെ തിരുത്തലുണ്ടായിട്ടുണ്ട്. അവിടെ വന്നില്ലേ എത്ര കാലം കൊണ്ട്? അത് കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പൂജാരി 100 കോടി രൂപ വരെ സ്വർണ്ണമാണ് അടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. അത് തിരിച്ച് 140 കോടി രൂപ വരെ വസ്തു തിരുപ്പതിക്ക് എഴുതി കൊടുക്കുക. എന്നാൽ ഹൈക്കോടതി മെനിഞ്ഞാന്നത്തെ ഇതിലുണ്ട്, മെനിഞ്ഞാന്നത്തെ അത് സമ്മതിക്കില്ല. അദ്ദേഹം പറയാൻ 130 അപകടമെന്ന്. ആ പൂജാരി ഇന്നും അവിടെ പൂജ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഇതിങ്ങനെ ഉണ്ട് സാർ. ഞാനിത് പറയുന്നത് ഇതൊക്കെ ന്യായമാണെന്നല്ല പറയുന്നത്. ഇവരെ പോലത്തെ ആൾക്കാരെ നേരത്തെ രാംകുമാർ സാർ പറഞ്ഞ പോലെ അത് ശൂദ്രനും അല്ലെ നമ്പൂതിരിയും പോറ്റിയും ഇതെല്ലാം ജീവനക്കാർ എല്ലാം ഉണ്ട്. ഇത് ഇവർക്കൊന്നും ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. ഞാൻ ഇത് പറയുന്നത് ശ്രീ സതീഷ് വസന്ത്, ഈ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നടക്കും എന്ന് പറയുന്നു. പിന്നെ ഈ ദേവസ്വം ബോർഡ് എന്നുള്ള സംവിധാനം എന്തിനാണ്? അല്ല, അത് നടക്കാൻ പാടില്ല ശ്യാമേ. പണി എന്താണ്? ഞാൻ പറയുന്നത് ഈ നിങ്ങൾ ആ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് വേറെ റിപ്പോർട്ട് വന്ന് കാണുമല്ലോ, അത് നാളെ ബഹുമാനപ്പെട്ട അവിടുത്തെ ചെയർമാൻ തന്നെ നാളെ നിങ്ങളെ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇതിനൊക്കെയുള്ള പരിഹാരം നാളെ വരുന്നുണ്ട് എന്നാണ് ശ്രീ സതീഷ് വസന്ത് പറയുന്നത്.